വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ 90 മുതൽ 92 വചനങ്ങളിലൂടെ നമ്മെ ഉണർത്തുന്നൊരു കാര്യം ലഹരിയെ സംബന്ധിച്ച്. നമ്മുടെ നാട്ടിൽ സർക്കാർ തലത്തിൽ തന്നെ ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പേരിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും അത് നമ്മളുടെ സുഹൃത്തുക്കളിലോ നാം പരിചയമുള്ള മറ്റ് ആളുകളിലോ ഇത്തരം ലഹരിയിലകപ്പെട്ട അവസ്ഥകളുണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ അല്ലെങ്കിൽ അതിന് വേണ്ട ചികിത്സ, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. മദ്യത്തെപ്പറ്റിയും മദ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ വളരെയധികം ഗൗരവത്തോടു കൂടി ഉണർത്തുന്നതായി നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്, ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഒരു മുസ്ലിം, അയാൾ മദ്യപിക്കുകയോ അതല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അതിനെപ്പറ്റിയൊക്കെ അവർക്ക് നല്ല ബോധമുണ്ട്. അത് ഹറാമാണ് എന്ന് അവർക്കൊക്കെ അറിയാം. നമ്മൾ മുസ്ലിങ്ങളായ ആളുകൾ പല തെറ്റുകളെ സംബന്ധിച്ചും അവർക്കത് തെറ്റാണ് എന്നറിയില്ല, പാടില്ലാത്തതാണെന്ന് അറിയില്ല. നമ്മുടെ സമൂഹത്തിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും ഈ അള്ളാഹു അല്ലാത്ത ഔലിയാക്കളും അമ്പിയാക്കളോടൊക്കെ സങ്കടം പറയുക, അതുപോലെ തന്നെ അവരോട് പ്രാർത്ഥിക്കുക എന്നുള്ള സംഗതി അത് ഒരു തെറ്റായ ഒരു സംഗതിയാണ് എന്ന് അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അതങ്ങനെ ചെയ്യണം, അതൊരു നല്ല കാര്യമാണ്, അതുകൊണ്ട് നമുക്ക് പല നേട്ടങ്ങളും ദുനിയാവിലും ആഖിറത്തിലൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ കഠിനമായി വിരോധിക്കപ്പെട്ട, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പാപങ്ങളെ സംബന്ധിച്ച് തന്നെ അത് പാപങ്ങളാണെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ. എന്നാൽ ഈ മദ്യവും ലഹരിയും അത്തരം സംഗതികളെ സംബന്ധിച്ച് അത് പാപമാണ്, പാടില്ല, ഇസ്ലാമതം വിരോധിച്ചതാണ്, ഒരു മുസ്ലിമിന് അത് അനുയോജ്യമല്ല എന്ന സംഗതി അറിയാത്തവരായി ഉണ്ടാവില്ല. ഒരു ഇസ്ലാം മത വിശ്വാസിയായ ഒരാൾക്ക് എന്ന് മാത്രമല്ല, ഒരു അമുസ്ലിമായ ഒരാൾക്ക് പോലും ബോധ്യമുള്ള ഒരു സംഗതിയാണ് ഒരു മുസ്ലിമിന് മദ്യപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരം ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് മതപരമായി തന്നെ അവന് പാടില്ലാത്തതാണെന്ന് അവർക്ക് അറിയാം. അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിലും നമ്മൾക്ക് പലപ്പോഴും നമ്മെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കാതെ ആകുമ്പോൾ അത്തരം തെറ്റുകളിലൊക്കെ അകപ്പെടുന്ന ആളുകളുണ്ട്. പല ആളുകളും അകപ്പെടുന്ന പലരെയും അറിയുന്നവരുണ്ട്. നമ്മളെ കൂട്ടത്തിൽ പള്ളിയിൽ വന്ന് നിസ്കരിക്കാനായി ജുമാക്ക് വന്ന ആളുകളോട് പോയി കള്ളിനെ പറ്റിയും മദ്യത്തെപ്പറ്റിയും ലഹരിയെപ്പറ്റിയൊക്കെ നമ്മൾ ഉണർത്തുന്നത് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് എന്നതിനേക്കാളുപരി അവരുമായി ബന്ധപ്പെട്ട അവരുടെ സർക്കിളിലുള്ള, അവരെ പ്രായത്തിലുള്ള, തൻ്റെ കൂടെ പഠിക്കുന്ന, തൻ്റെ മറ്റ് സൗഹൃദങ്ങളിലൊക്കെയുള്ള ധാരാളം ആളുകൾ, മുസ്ലിങ്ങളായ കുട്ടികൾ ഇത്തരം തെറ്റുകളിൽ അകപ്പെട്ട് നിൽക്കുകയും അങ്ങനെ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അത് രാജ്യത്തിന്, എൻ്റെ നാട്ടിന് തന്നെ വലിയ വിപത്തായി മാറുന്ന ഒരവസ്ഥ കാണുന്നത് കൊണ്ടാണല്ലോ സർക്കാർ തന്നെ അതിനെതിരിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണമെന്ന് വിചാരിക്കുകയും പ്രത്യേകിച്ചും സ്കൂളുകളും കോളേജുകളൊക്കെ തുറക്കുന്ന ഈ സന്ദർഭത്തിൽ ഇതിനെതിരിലൊരു വലിയ ഓപ്പറേഷൻ തന്നെ നടത്താൻ സർക്കാർ തീരുമാനിക്കുകയൊക്കെ ചെയ്തതിൻ്റെ അർത്ഥം ഈ സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് പാഠശാലകൾ, അതുപോലെ യുവാക്കൾ, ഇവർക്കിടയിലൊക്കെ ഈ മദ്യത്തിൻ്റെയും അതുപോലെ തന്നെ ലഹരിയുടെയും ഒരുപാട് വ്യാപനമുണ്ട് എന്ന തിരിച്ചറിവിൻ്റെ കാര്യമാണ്. മാത്രമല്ല, നിത്യമെന്നോണം നമ്മൾ പത്രങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ലഹരിക്ക് വിധേയമായിക്കൊണ്ട്
പലതരം കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അക്രമങ്ങളും അടിപിടിയും ഇതൊക്കെ നടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ നമുക്ക് ധാരാളം കാണാനും വായിക്കാനും അറിയാനുമൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പം അതൊരു വലിയ വിപത്തായി, കണ്ടെത്തതിനേക്കാൾ കൂടുതൽ വലിയൊരു വിപത്തായി അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നും അതിനെപ്പറ്റി നല്ല ബോധവൽക്കരണം പഠിപ്പിച്ചു കൊടുക്കണം, അറിവ് നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികൾക്ക്, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് രക്ഷിതാക്കളും അധ്യാപകരും സുഹൃത്തുക്കളും അതുപോലെ നല്ല സാംസ്കാരിക സംഘടനകളും ഒക്കെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ശരിയായ രീതിയിൽ ദിശാബോധം നൽകി ഈ വിപത്തിൽ നിന്ന് സമൂഹത്തെ ഒന്നടങ്കം, കുടുംബത്തെ മുഴുവൻ രക്ഷപ്പെടുത്തേണ്ടതുണ്ട് എന്ന ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ചില സംഗതികളൊക്കെ പറയാനും മറ്റുമൊക്കെ പൊതു മനുഷ്യന്മാരെ തന്നെ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇത്തരം സംഗതികൾ നമ്മുടെ ശ്രദ്ധയിൽ വളരെ ഭംഗിയായി ഉൾപ്പെടുത്തി പറയുന്നുണ്ട്. ഏത് കാലത്തും മനുഷ്യർക്കിടയിൽ ഉണ്ടായിരുന്ന ചില തിന്മകളുടെ പാപങ്ങളുടെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും പോലെയുള്ള ഈ സംഗതികളൊക്കെ. ഇതൊക്കെ മനുഷ്യന്റെ കൂടപ്പറപ്പായി ഇങ്ങനെ വളർന്നു വരുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഖുർആൻ വളരെ ഭംഗിയായി അതിനെപ്പറ്റി ഉണർത്തിയിട്ടുണ്ട്. വളരെ പടിപടിയായിട്ടാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഖുർആൻ നൽകിയിട്ടുണ്ട്. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ളും ചൂതാട്ടവും അതുപോലെ തന്നെ പ്രശ്നം നോക്കലും അത്തരം സംഗതികളൊക്കെ ഒരു പൈശാചികമായ വൃത്തികേടുകളാണ്. റിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് പറഞ്ഞാൽ പൈശാചികമായ ഒരു വൃത്തികേടുകളാണ് ഈ മദ്യപാനം, ലഹരി ഉപയോഗിക്കുക എന്നൊക്കെ. അങ്ങനെയാണ് ഖുർആൻ അതിനെ നമ്മൾക്ക് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഫജ്തനിബൂ, വേഗം നിങ്ങളത് ഉപേക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, എന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അത് ഖുർആൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ മുഫ്ലിഹൂൻ, വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അത് ദുനിയാവിലും ആഖിറത്തിലുള്ള വിജയത്തെ സംബന്ധിച്ചാണ്. ഇങ്ങനെ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ ഫലാഹ്, മുഫ്ലിഹ് എന്നൊക്കെ പറയുന്നത് ആഖിറത്തിലുള്ള വിജയത്തെ പറ്റിയാണ് പലപ്പോഴും ഖുർആൻ ഫൗസ് എന്നുള്ള, രണ്ടും വിജയിക്കുക എന്നുള്ള പദത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ്. രണ്ട് പദവും ആ രൂപത്തിൽ വിശുദ്ധ ഖുർആൻ തന്നെ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വമൻ സുഹസിയ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ. ഫൗസ് എന്നുള്ള പദം പലപ്പോഴും പരലോകത്ത്, അധികവും അത് പരലോകത്തെ വിജയവുമായി ബന്ധപ്പെട്ട് പറയുന്ന സംഗതിയാണ്. എന്നാൽ അതേ അർത്ഥത്തിന് ഉപയോഗിക്കണം മറ്റൊരു പദമാണ് ഫലാഹ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറയുന്നതും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അത് പരലോകത്തെ വിജയം മാത്രമല്ല, മറിച്ച് ഇഹലോകത്തെ വിജയത്തെ കൂടി ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഈ മദ്യപാനം പോലത്തെ കാര്യങ്ങൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ദുനിയാവിലും വിജയിക്കാൻ കഴിയില്ല, ദുനിയാവിലും വിജയിക്കാൻ കഴിയില്ല, ആഖിറത്തിൽ ഏതായാലും അതും വിജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഫജ്തനിബൂ, അത് നിങ്ങൾ കൈയൊഴിക്കണം, അത് നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയണത്. അപ്പോൾ ഈ മദ്യം എന്ന് പറയുമ്പോൾ അത് ആരോഗ്യത്തിന് മാത്രമല്ല, നമ്മുടെ സമ്പത്തിന്, ധാരാളം സമ്പത്ത് ഒഴുകിപ്പോകാൻ അത് കാരണമാകുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു മദ്യപാനിയായ ഒരാളുണ്ടായാൽ മതി, വീട്ടിലെ ഗൃഹനാഥനോ അതല്ലെങ്കിൽ വീട്ടിലെ ഏതെങ്കിലും മുതിർന്ന ഒരംഗം അത് മദ്യപാനം ശീലിച്ച ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെടുകയാണ്. ഇന്നൊന്നും മദ്യപാനം എന്ന് പറഞ്ഞാൽ അതൊക്കെ വളരെ ചെറിയൊരു സംഗതിയായിട്ടാണ് നമുക്ക് മനസ്സിലാകുക. ഇന്ന് അതിനേക്കാൾ വലിയ രാസലഹരികൾ ഉപയോഗിക്കുന്ന ഒരു കാലമാണ്. പലതരം പല പേരുകളിൽ അറിയപ്പെടുന്ന, ഉപയോഗിച്ചാൽ തന്നെ അതിൻ്റെ യാതൊരു മണമോ ഗുണമോ ഒന്നും കാണാതെ ആ മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള രാസലഹരികൾ ഉപയോഗിക്കുന്ന ഒരു കാലത്താണ് ഇപ്പോൾ നമ്മളൊക്കെ ആളുകളുണ്ട്. അപ്പം അങ്ങനത്തെ ഒരാളൊരു കുടുംബത്തിലുണ്ടായാൽ ആ കുടുംബത്തിൻ്റെ സ്വസ്ഥത മുഴുവൻ നഷ്ടപ്പെട്ടു, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ മുഴുവൻ സ്വസ്ഥത നഷ്ടപ്പെട്ടു. മദ്യപിച്ചുകൊണ്ടും ഈ ലഹരി ഉപയോഗിച്ചുകൊണ്ടും വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഗൃഹനാഥൻ, ആ വീട്ടിലെ ഒരു
പിന്നെ ഉമ്മാനെ പറ്റിയോ അല്ലെങ്കിൽ ആ ഭാര്യനെ പറ്റി മക്കളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിച്ചാൽ അത് എത്ര ഭീകരമാണ്. അതുകൊണ്ടാണ് നമ്മളെ കുടുംബ ബന്ധത്തെ അത് തകർത്ത് കളയുന്ന സംഗതിയാണ്. സാമൂഹ്യമായി സമൂഹത്തിൽ ഒരാൾക്കുണ്ടാകുന്ന ഒരു നിലവാരമുണ്ടല്ലോ, ആ നിലവാരം ഇടിഞ്ഞു പോകുന്ന ഒരു സംഗതിയാണ്. നമ്മൾ വളരെ മാന്യമായി ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നിൽക്കുന്ന ഒരാൾ അദ്ദേഹം ലഹരി ഉപയോഗിക്കലുണ്ട് എന്ന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ അറിഞ്ഞു പോവുകയാണെങ്കിൽ അതുവരെ നമ്മൾ എത്ര ഉയരത്തിലായിരുന്നു അയാളെ കണ്ടിരുന്നത് അത് നേരെ താഴോട്ട് ഇടിഞ്ഞു പോകും. സാമൂഹ്യമായി അങ്ങനെയുള്ള സംഗതി ആ വിഷയത്തിലുണ്ട്. അതുപോലെ തന്നെ മാന്യത എന്ന് പറഞ്ഞ എല്ലാ മനുഷ്യന്മാരും കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഗതിയാണ്. ഈ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളെ കാണുമ്പോൾ ചിരിക്കുകയും ലോഗ്യവും കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ആ ചിരിക്കുകയും ലോഗ്യം പറയുന്നവരുടെയൊക്കെ മനസ്സിൽ ഇയാളൊരു മാന്യനല്ല എന്നുള്ള ഒരു സന്ദേശം കൂടി അത് നൽകുകയാണ്. ഇങ്ങനെ എന്തെല്ലാം രീതിയിൽ നമ്മൾക്ക് ജീവിതത്തിൽ നമുക്ക് വിജയം ആവശ്യമായ സംഗതികളുണ്ടോ അതൊക്കെ തകർത്ത് കളയുന്നൊരു സംഗതിയാണ് ലഹരി എന്നുള്ളത്. ഉറപ്പായൊരു കാര്യം തന്നെയാണ്. അതിനൊക്കെ പുറമെയാണ് കുടുംബജീവിതം, അവൻ്റെ ദാമ്പത്യ ജീവിതം. അതൊക്കെ പൂർണ്ണമായും തന്നെ അത് പരാജയത്തിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തി പോകുന്ന ഒരു അവസ്ഥയാണ് എന്നാണ് വൈദ്യശാസ്ത്രം അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. ഏതായാലും അത്തരത്തിലുള്ള വലിയ ഒരു വിപത്തായിക്കൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ നമുക്കിത് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇത് പൈശാചികമായ ഒരു വൃത്തികേടാണ്. എന്നിട്ട് ഖുർആൻ പറയണ ഇന്നമാ യുരീദു ശൈത്താൻ, പിശാചിന്റെ ഉദ്ദേശം അൻ യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദ, നിങ്ങൾക്കിടയിൽ ശത്രുതയും ദേഷ്യവും അതിങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് പിശാചിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യത. അപ്പം ഈ മദ്യപന്മാരിൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുടെ മനസ്സിൽ പലരോടുള്ള വിദ്വേഷവും ദേഷ്യവും അതങ്ങനെ വരികയും അത് പലപ്പോഴും അക്രമാസക്തമായി മാറുകയും അങ്ങനെ ആ രീതിയിലേക്ക് അത് പോകാറുണ്ട്. സാമൂഹ്യ ബന്ധങ്ങൾ അത് മുഴുവൻ ശിഥിലമായി പോകും. അങ്ങനെയാണ് അത്. കള്ള്, അതുപോലെ ചൂതാട്ടം, ഇങ്ങനത്തെ എല്ലാത്തിനുള്ള സംഗതിയാണ്. പിന്നെ മറ്റൊരു സംഗതി വയസ്സുദ്ധക്കും ദിക്കിനില്ല, അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മ അത് ഇത്തരം ആളുകൾക്ക് വളരെയധികം കുറഞ്ഞു പോകും. അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മയിൽ നിന്നത് നിങ്ങളെ തടഞ്ഞു നിർത്തും. മാത്രമല്ല വഅനി സ്വലാത്തി, നമസ്കാരത്തെയും ഫഹൽ അൻതും മുന്തഹൂൻ, ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ ചോദിക്കുകയാണ് ഇനി നിങ്ങൾക്ക് വിരമിക്കാനായിട്ടില്ല, ഇനിയും അത് ഒഴിവാക്കാനായിട്ടില്ലേ എന്ന് അക്കാലത്തുള്ള അറബികളോട് ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നൊക്കെ പ്രസക്തമായൊരു ചോദ്യം തന്നെയാണ്. എന്നും പ്രസക്തമായൊരു സംഗതിയാണ്. ഒഴിവാക്കാനായിട്ടില്ലേ? ഇതൊക്കെ പഠിച്ച് മനസ്സിലാക്കി ഇതിൻ്റെയൊക്കെ ദോഷങ്ങളെപ്പറ്റി സമൂഹം ഒന്നാകെ ഇത്രയധികം വ്യാപകമായി പ്രചരിപ്പിച്ചും അറിയിച്ചും ഒക്കെ ചെയ്തിട്ട് നൈമിഷികമായ ഒരു സുഖം ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ ജീവിതത്തിൻ്റെ കെടുതിയിലേക്ക് ജീവിതത്തെ വലിച്ചെറിയുന്ന ഈ രീതി അത് നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ടില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട സംഗതി. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ വളരെ വ്യാപകമായി ഇത്തരം ലഹരിയും ഈ ലഹരിയുടെ കച്ചവടവും അതിവിടെ പ്രചരിപ്പിക്കുന്നതിനും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും അത്തരം ആളുകളുമായി നല്ല ബന്ധവും മറ്റൊക്കെ കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. പല ആവശ്യങ്ങൾക്കും അവരെ ഉപയോഗപ്പെടുത്തുന്നവരായിരിക്കും. ചിലരൊക്കെ അവരുടെ വീട്ടിലൊക്കെ പല കാര്യങ്ങൾക്കും അവരെയാണ് ഏൽപ്പിക്കുന്നതൊക്കെ ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ വളരെ സൂക്ഷിച്ചിട്ട് വേണം. ഇത്തരം ആളുകൾ എത്രത്തോളം വിശ്വാസ്യത അർഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ആളുകൾ താമസിക്കുന്ന ഏരിയകളിലാണിത് വളരെ കൂടുതൽ വ്യാപകമായി കാണുന്നത്. അവരാണിതിൻ്റെ ഇത് കേരളത്തിലേക്ക് എത്തിക്കുന്നത് എന്നൊക്കെ ഈ ഔദ്യോഗികമായി തന്നെ പലപ്പോഴും നമ്മളുടെ അധികാരികൾ നമ്മളുടെയൊക്കെ ശ്രദ്ധയിൽ പല വ്യംഗ്യമായും അല്ലാതെയൊക്കെ ഉണർത്തിയിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ധാരാളം കാണുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത് കാവനൂരിൽ വെച്ച് ഒരു കുടുംബം, ആണും പെണ്ണും ഇതൊന്നും വ്യത്യാസമല്ല, ആണും പെണ്ണും ഒക്കെ ഇത്തരം ആളുകൾ ഇങ്ങനെ ധാരാളം വളരെ സാമ്പത്തികമായി വളരെ മെച്ചം കിട്ടുന്ന ഒരു സംഗതിയാണ്. ഇതിന് നല്ല മാർക്കറ്റുള്ള ഒരു നാടാണ് നമ്മുടെ നാട്.
ഇതിന് മാർക്കറ്റ് വിദ്യാർത്ഥികൾക്കിടയിലും യുവാക്കൾക്കിടയിലൊക്കെ ധാരാളം ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം സമ്പാദിക്കാനുള്ള നല്ലൊരു മാർഗമായിക്കൊണ്ട് ഇത്തരം ആളുകൾ ഇത് വല്ലാതെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം നമ്മളുടെ ഇടയിൽ എപ്പോഴും നിൽക്കേണ്ടതുണ്ട്. പിന്നൊരു പള്ളിയും വിശ്വാസവും ബോധമൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താ വെച്ചാൽ, മൻ ശരിബൽ ഖംറ ലം തുഖ്ബൽ ലഹു സ്വലാത്ത് 40 യൗമൻ. 40 ദിവസത്തെ നിസ്കാരം അങ്ങോട്ട് പോകും. മദ്യപിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 40 ദിവസത്തെ അവന്റെ നമസ്കാരം സ്വീകരിക്കപ്പെടൂല എന്നുള്ളതാണ്. അതൊരു വളരെ വേദനാജനകമായൊരു കാര്യം തന്നെയാണല്ലോ. വളരെ പ്രയാസപ്പെട്ട ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ട് നിസ്കരിക്കുക. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണ്? നിസ്കരിക്കുന്ന ആളുകളും ഇത് ഉപയോഗിക്കുന്നവരുണ്ടാവും എന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ നിസ്കരിക്കണവരിത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരോടാണ് പറയണത്, അല്ലാതെ നിസ്കാരവും അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അവനാൻ തോന്നിയ പോലെ ജീവിക്കുന്ന ആൾക്കാരോടല്ലല്ലോ. നമസ്കരിക്കുന്ന ആളുകളോടായി പറയണത്, നമസ്കാരം 40 വക്ത് നിസ്കാരം അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യപ്പെടും എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊരു അകത്താക്കുന്നതോട് കൂടി 40 ദിവസത്തെ നമസ്കാരം കണ്ട് പോവുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമുള്ള ഒരു സംഗതിയാണല്ലോ. 40 ദിവസത്തെ നിസ്കാരം അവിടെ സ്വീകരിക്കപ്പെടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ വ്യക്തമായി പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നിസ്കാരവും പരലോകവും ഒക്കെ വിലപ്പെട്ടതായി കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആളുകൾ ഇത്തരം സംഗതികളിലേക്ക് പോവുകയാണെങ്കിൽ അവരെ കാര്യത്തിൽ ഇങ്ങനെയും ഒരു പ്രശ്നം അതിലുണ്ട് എന്നാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ചില ആളുകൾ പറയും ഇതിലൊക്കെ വലിയ നല്ല ഔഷധ ഗുണമുള്ള ജാതിയൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. റസൂൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇന്നഹാ ലൈസത്ത് ദവ, ഒരിക്കലും ഈ മദ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലഹരി നമ്മൾ കുത്തിവെക്കണ പല സംഗതികളുണ്ടല്ലോ, ഇതൊന്നും ഒരിക്കലും ഒരു മരുന്നായില്ല. ഇതൊന്നൊരു മരുന്നായി ഒരിക്കലും ഉണ്ടാവില്ല. ഇതൊക്കെ രോഗമായി മാറാൻ സാധ്യതയുള്ളൂ. മരുന്നായി മാറാനുള്ള സാധ്യത ഇല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ സൂക്ഷിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്ക് അകപ്പെട്ട പല ആളുകളുണ്ടാവും, നമുക്കൊക്കെ പരിചയത്തിൽ ഏതായാലും ഉണ്ടാവും. എല്ലാ ആളുകളുടെ പരിചയത്തിൽ ഇങ്ങനത്തെ ആളുകളുടെ അവരൊക്കെ ഉണർത്തി ഉപദേശിച്ച് അവരൊക്കെ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹുമായി ബന്ധപ്പെട്ട അടുപ്പം വളരെ വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ഈ ലഹരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ലഹരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലഹരി എന്ന് പറഞ്ഞാൽ അത് ഒന്നിനോടുള്ള അമിതമായ ആസക്തിയാണ്. നമുക്ക് പിന്മാറാൻ കഴിയാത്ത രീതിയിൽ ഒന്നിനോട് കണ്ട് ആസക്തിയായിട്ട്, അതുകൊണ്ടാണ് നമ്മൾ പലതിനെ പറ്റിയും ലഹരി എന്ന് പറയും. അത് ആ ലഹരി മറ്റൊരു രീതിയിൽ ഉള്ള ഒരു ലഹരിയുടെ ഒരു കാലം നമ്മൾ കടന്നിട്ടുണ്ട്. ഫുട്ബോൾ ലഹരിയുടെ ഒരു കാലമാണ് അത്. മദ്യത്തെ പോലെയോ അതല്ലെങ്കിൽ മറ്റ് ലഹരി വസ്തുക്കളെ പോലെയോ ഒന്നുള്ളതല്ല. അവിടെയും എന്തുണ്ട്? അവിടെയും പരിധി ലംഘിക്കാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ വേൾഡ് കപ്പ് ആരംഭിച്ചല്ലോ. വേൾഡ് കപ്പ് ആരംഭിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ലഹരി ഒരു തരത്തിൽ നമ്മളുടെ ഫുട്ബോൾ കാണാനുള്ള നമ്മുടെ താല്പര്യം, ഫുട്ബോളിനോടുള്ള നമുക്കുള്ള ഇഷ്ടം, ഫുട്ബോളിലെ ഏതെങ്കിലും ഒരു ടീമിന് നമുക്ക് അതിൻ്റെ കളിയെപ്പറ്റി നമ്മൾക്കുള്ള നല്ല മതിപ്പ്, ഇഷ്ടം, അതൊരു ലഹരിയായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ലഹരിയായി മാറണം. മറിച്ച് അത് അതിൻ്റേതായ പരിധിയിൽ നിർത്താൻ നമുക്കാണ്. ഏത് സംഗതി അനുവദിക്കപ്പെട്ട സംഗതി അതിന് വിടുമ്പോഴാണ് അത് നമ്മൾ വിരോധിക്കപ്പെട്ടതായി മാറുക. അപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, കുലു വശ്റബു വലാ തുസ്രിഫു, തിന്നണം, തിന്നോളൂ, കുടിച്ചോളൂ, എന്നിട്ട് വലാ തുസ്രിഫു, അതിന് വിട്ടുപോകരുത്. അപ്പോൾ അനുവദനീയമായ സംഗതികളിൽ തന്നെ നമ്മൾ പരിധി വിടുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ കായികമായി നമ്മൾ കളിക്കുക എന്ന് പറയുന്നതും കളി കാണുമ്പോൾ ഉണ്ടാകുന്ന ആസ്വാദനം അതൊന്നും ഒരു ഹറാമായ സംഗതിയല്ല. അതൊക്കെ ഹറാമായ സംഗതിയല്ല. അത് അതിൻ്റെ പേരിൽ വാജിബായ നിർബന്ധമായ സംഗതികളൊക്കെ ഒഴിവായി പോകുമ്പോഴേ അത് ഹറാമാവും. പന്ത് കളി, വൈകുന്നേരം പന്ത് കളിച്ച് ഉഷാറായി ഒരു ആരോഗ്യത്തിനും മറ്റൊക്കെ പന്ത് കളിക്കുന്നത് ഒരു വിരോധമില്ലാത്ത സംഗതിയാണ്, അനുവദിക്കപ്പെട്ട സംഗതിയാണ്. ഇല്ല, പക്ഷെ ബാങ്ക് കൊടുത്താലും പന്ത് കളി ഇങ്ങനെ നിൽക്കാതെ പോവുകയാണെങ്കിലോ, ബാങ്ക് കൊടുത്തിട്ടും പന്ത് കളിയായി തുടരുകയും അങ്ങനെ നിസ്കാരത്തെ സംബന്ധിച്ച് ശ്രദ്ധയില്ലാതായി പോകുമ്പോൾ അപ്പോൾ ആ കളി
ഹറാമായി മാറുന്നേ ഉള്ളൂ. അല്ലാതെ പന്തുകളി ഹറാമായതുകൊണ്ടല്ലത്. മറിച്ച് എന്താണ്, അത് നമ്മൾ നിർബന്ധമായി ഫർളായി നമ്മൾ ചെയ്യേണ്ട സംഗതിക്ക് നമ്മൾക്ക് അത് ഒരു തടസ്സമായി മാറുമ്പോൾ അത് പന്തുകളിനെ പറ്റിയതല്ല, നമ്മൾ ഏത് സംഗതികളെ സംബന്ധിച്ചും ഹലാലായ എന്ത് സംഗതിയും അത് നമ്മളൊരു വാജിബാത്തിനെ ഫർളായ സംഗതികൾക്ക് തടസ്സമായി മാറുമ്പോൾ വളരെ ശ്രദ്ധിക്കും. അപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ സീസൺ ആരംഭിക്കുകയാണല്ലോ, ഇന്നലെ അത് തുടങ്ങിയല്ലോ, ഈ കുറച്ച് കാലം അതുണ്ടാവും. അതിൻ്റെ ടൈമിംഗ് ആണെങ്കിലോ അവിടെ വെച്ച് നടക്കുന്ന ഒരു കളി ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ രാത്രി 12:30 മുതലാണ് തുടങ്ങിയാൽ പിന്നെ സുബൈ ഒരു 6 മുതൽ 9 വരെയൊക്കെ എത്തുന്നുണ്ട്. അതിൻ്റെ ടൈമിംഗ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വളരെ സൂക്ഷ്മത നമുക്ക് വേണം. അങ്ങനത്തെ ആളുകൾ ഈ പന്ത് കളിയുടെ പേരിൽ സുബൈ നിസ്കാരം പോയാൽ മഹാനഷ്ടം. അത് മഹാനഷ്ടം തന്നെയാണ്. പന്തളി കണ്ട് 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 അങ്ങനെ രാവും മുഴുവൻ ഹയാത്താക്കി സുബൈ നിസ്കാരാണ്ട് കലായി പോയി, അല്ലെങ്കിൽ സുബൈയാണ് പോയി. സൂര്യ ഉദിക്കുന്ന വരെയാണ് മാക്സിമം സുബൈ നിസ്കാരത്തിന്റെ ടൈം എന്ന് പറയുന്നത്. അത് സൂര്യൻ ഉദിക്കണ വരെ ആണ്. സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ സമയം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾക്ക് സാധാരണ രീതിയിൽ ഇപ്പോൾ ജമാഅത്തിനൊക്കെ കൃത്യമായി പങ്കെടുക്കുന്ന ആളുകൾ ഈ സീസണായ ജമാഅത്തിലൊന്നും പങ്കെടുക്കാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. നമ്മൾ ശരിക്കും നിയന്ത്രണം വേണം. ഇത്തരം സംഗതികളിൽ നമ്മളത് ഒരു ലഹരിയായി നമ്മൾക്കത് മാറാൻ പാടില്ല. അവിടെ നല്ലൊരു നിയന്ത്രണം വേണം. അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള സംഗതി, രാത്രി എന്ന് പറഞ്ഞത് ഇങ്ങനെ ഉറക്കൊഴിക്കാനുള്ളതല്ല, അത് വേറെ വശമാണ്. അത് നമ്മൾ വേറെ ആലോചിക്കാം, അത് പോട്ടെ, അതിനെപ്പറ്റിയല്ല പറഞ്ഞത്. ഉറക്കൊഴിച്ചിട്ട് പന്തുകളി കണ്ട് ആവേശത്തിൽ നിന്ന് നമ്മൾ സുബഹിസ്കാരം കഥാകണത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ ഇപ്പം ഞാൻ ഇവിടെ മിമ്പർമെന്ന് നിങ്ങളോട് പറയാന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണല്ലോ. അത് നിർബന്ധമായതാണ്. കാരണം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഈ കള്ള് കുടിക്കണതിനെ പറ്റിയും അതൊക്കെ പറഞ്ഞപ്പോൾ കള്ളു കുടിക്കണതിനെ പറ്റി പറഞ്ഞു കൊടുത്ത് ഖുർആൻ പറഞ്ഞ അതായത് ആ ലഹരിയെ പറ്റി ഖുർആൻ പറഞ്ഞ സമയത്ത് പറഞ്ഞത് യസുദ്ധക്കും മനസ്സിക്കില്ല. അള്ളാഹിനെ പറ്റി ഓർമ്മങ്ങൾക്ക് ലഹരി ബാധിച്ചാൽ കേട്ടോ, ലഹരി ബാധിച്ചാൽ പിന്നെ അള്ളാഹിനെ പറ്റിയുള്ള ഓർമ്മങ്ങൾക്ക് ഉണ്ടാവില്ല. വാനി സലാത്തി നിസ്കാരത്തെ പറ്റി നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പം അതിലേക്ക് നമ്മളുടെ ഈ പിന്നെ ഫുട്ബോളിനോടുള്ള ഇഷ്ടം അതിലേക്ക് എത്തിയാൽ അതൊരു ഫുട്ബോൾ ലഹരിയായി മാറി. ആ ലഹരിയിലേക്ക് നമ്മളത് എത്തരുത് എന്നാണ് പറയണത്. വത്തിയുല്ലാഹ വത്തിയുർ റസൂല എന്നിട്ട് പറയാണ്, അള്ളി റസൂലും പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. വഹദറു നല്ലോണം ശ്രദ്ധിച്ചോളൂ. ഫൈൻ തവല്ലൈത്തും ഇല്ല പോട്ടെ, അത് വേറെ പരിപാടി. വേറൊന്ന് നിങ്ങൾ അതിനെ അവഗണിക്കുകയാണെങ്കിൽ ഫൈലമോ മനസ്സിലാക്കിക്കോ, ഇന്നമാല റസൂലിനൽ ബലാഗുൽ മുബീൻ. പറഞ്ഞു തരുന്നാളുടെ ഉത്തരവാദിത്തം ഇത് പറഞ്ഞു കൊടുക്കൽ മാത്രമാണ് കേട്ടോ. അതാണ് വിശുദ്ധ ഖുർആൻ പിന്നെ പറഞ്ഞത്. റസൂലിൻ്റെ ഉത്തരവാദിത്തം ഇതൊക്കെ പറഞ്ഞു കൊടുക്കലാണെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മഹല്ലിലെ ഖുത്ബ പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഒക്കെ നമ്മളുടെ വേണ്ടപ്പെട്ടവരാണ്. ഓരോരുത്തരും നമ്മളുടെ വളരെ അടുത്ത വേണ്ടപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. ഈ സംഗതികൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാണ്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഫുട്ബോൾ കളി കാണണ്ടെന്നോ ഒന്നുമല്ല പറയണത്. അതിനൊന്നും തെറ്റുണ്ട്, അത് ഹറാമാണ്, അങ്ങനത്തെ രീതിയിലൊന്നും നമ്മൾ പറയല്ല. പക്ഷേ നിങ്ങൾ അതിൻ്റെ പേരിൽ സുബഹിയൊക്കെ നമ്മളെ ബാധിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ടൈമിങ് നോക്കുമ്പോൾ പ്രധാനമായും നമ്മളെ ബാധിക്കുക സുബഹി നിസ്കാരം എന്നുള്ളതാണ്. അപ്പോൾ സുബഹി നിസ്കാരം ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾ ഫുട്ബോൾ കാണുമ്പോൾ ആ കാര്യം വളരെ വളരെ ശരിക്ക് നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ഈ ലഹരി ഇങ്ങനെ കൂടിയിട്ട് നമുക്ക് പണവും പ്രശ്നമല്ല, സമയവും പ്രശ്നമല്ല എന്ന ഒരവസ്ഥയ്ക്ക് നമ്മൾ എത്തരുത്. അതൊരു നിർദ്ദേശവും ഉപദേശവുമായിട്ട് പറയാതെ മാത്രം. കാരണം ഓരോ ടീമിൻ്റെയും ഫാൻസായിട്ട് ഇത്ര പണം അതിന് ചിലവഴിക്കുക. അവനാൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കേണ്ട, ഭക്ഷണം കൊടുക്കേണ്ട, പ്രത്യേകിച്ച് ഈ മഴക്കാലമാണ്. ജോലിയില്ലാത്ത ആളുകളാണ് പല ആളുകളും. ഉണ്ടെങ്കിൽ തന്നെ ജോലി ചെയ്യാൻ കഴിയാത്ത ആളുകൾ. കുടുംബത്തിലേക്ക് ഒരു ആവശ്യം വളരെ കൂടുതലാണ്. എപ്പോഴും പനിയും മറ്റ് ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ വന്ന് നമ്മൾ കുടുംബത്തെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ആ സന്ദർഭത്തിൽ ആ പണമൊക്കെ എടുത്തിട്ട് നാട്ടിൽ മുഴുവൻ ഈ ഫ്ലക്സും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി അത് ഉപയോഗിച്ച് അതൊരു ധൂർത്തായി മാറുന്ന രീതിയിലേക്ക്
അവനാൻ്റെ പണമാണ്. എന്നിരുന്നാലും അതിനോട് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അപ്പം ആ ഒരു പണം ആ രീതിയിൽ അനാവശ്യമായി ഈ വിഷയത്തിന് ഒരു കാര്യമില്ലാത്ത ഈ പരിപാടിക്ക് ആസ്വാദനം മറ്റൊരു രീതിയിലേക്ക് പോയി പണം ചെലവായി വെറുതെ നഷ്ടപ്പെടുത്തുന്നത് കാര്യവും നിങ്ങൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൊക്കെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നമുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ കള്ളിനെ സംബന്ധിച്ച് ഖുർആൻ ഇവിടെ പറയുന്നുണ്ടായത് യൂക്കി ബൈനക്കും ലജാവത്ത വൽ ബഗ്ള, പരസ്പര വിദ്വേഷവും ദേഷ്യവും വളർത്തുന്നതാണ്. നമ്മുടെ നാട്ടിലെ നമ്മളെ കുട്ടികളൊന്നും അങ്ങനെയാണെന്നല്ല. ചില സ്ഥലങ്ങളിൽ ഈ ഫാൻസ് തമ്മിൽ അടിയും പിടിയും പോർവിളിയും ഒക്കെ ആയിട്ട് അതിൻ്റെ പേരിൽ വലിയ അനിഷ്ട സംഭവങ്ങൾ വരെ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഈ ലഹരി തലയിൽ കയറുമ്പോൾ അത് നമ്മളെ ഈ മദ്യത്തിൻ്റെ ലഹരിയെ പറ്റിയല്ല, ഏതിൻ്റെയും അമിതമായ ആസക്തിയോട് കൂടി ഒരു സംഗതിയിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ബാക്കിയുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ആകരുത്. നമ്മൾ വളരെ വിവേകമുള്ള പന്തുകളി കാണുന്നവരാകണം. വിവേകത്തോടു കൂടി കാണുന്ന, വിവേകം കൈമുതലായി സൂക്ഷിക്കുന്ന, ബാധ്യതകൾ ശ്രദ്ധിക്കുന്ന, കുടുംബത്തെ ജോലിക്കൊന്നും പോകാതെ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് പകൽ മുഴുവൻ പിന്നെ അതിനു വേണ്ടി ഉറങ്ങിയിട്ട് പിന്നെ രാത്രി പിറ്റേന്നു രാത്രി ഉറക്കമൊഴിച്ച് പന്തളി കാണുക. അങ്ങനെ പന്തളി കാണുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് പോകാതെ അങ്ങനെ നമ്മളാകരുത്. എല്ലാറ്റിനും അതിൻ്റേതായ ഒരു ടൈം ഷെഡ്യൂൾ നിങ്ങൾ ഉണ്ടാക്കി ഇതിനെപ്പറ്റി ഒരു അവബോധവും കൃത്യതയും ഉൾക്കൊണ്ടുകൊണ്ടേനെ നിങ്ങൾ ആ സംഗതികൾ ചെയ്യേണ്ടതുണ്ട്. ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, നിയമത്തനിയും നിയമത്താനി മഹബൂനത്താനി ഫിഹിമ കസീർമിൻ, ധാരാളം ആളുകൾക്ക് നഷ്ടപ്പെട്ടു പോണ 2 അനുഗ്രഹങ്ങളുണ്ട്. ഒന്ന് ഒഴിവ് സമയം, മറ്റൊന്ന് ആരോഗ്യം. ഈ ആരോഗ്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയൊരു പ്രശ്നമല്ല. അവൻ്റെ ആരോഗ്യം തന്നെയായിരിക്കും. ആരോഗ്യമുള്ള ആളുകൾക്കാണ് ഇത്തരം സംഗതികളൊക്കെ. അത് രണ്ടും നിങ്ങൾ നഷ്ടപ്പെടുത്താതെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സംഗതി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് 5 കാര്യങ്ങൾ. പലപ്പോഴും നിങ്ങൾ കേട്ട സംഗതിയാണ്, പക്ഷെ അത് ശ്രദ്ധിക്കണ നല്ല സംഗതിയാണ്. 5 കാര്യങ്ങൾ നിങ്ങൾ 5 കാര്യം എത്തുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഒന്ന്, പ്രായമാകുന്നതിന് മുമ്പ് യൗവനം ഉപയോഗപ്പെടുത്തിക്കോളി. യുവാക്കളോടാണ് പറയണത്. നമുക്കൊക്കെ പ്രായമാവുമ്പോൾ ഈ പറഞ്ഞ ഊക്കും കാര്യം വിചാരിച്ച സംഗതി അതേ രീതിയിലൊന്നും ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല. അന്ന് ചെയ്യായിരുന്നല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത്, ശബാബക്ക കപില ഹറമി, പ്രായമാകുന്നതിൻ്റെ മുമ്പ് യൗവനം ഉപയോഗപ്പെടുത്തിക്കോ. സിഹത്തക്ക കപില സക്കമി, രോഗം വരുന്നതിൻ്റെ മുമ്പ് ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കോളിയെന്നാണ്. രോഗം വന്നാൽ അതിൻ്റെ കഥ രോഗികളായ ആളുകൾക്ക് അറിയാം, എത്ര വിഷമം ബുദ്ധിമുട്ടുണ്ട്. അവരെന്നൊന്ന് തിരിഞ്ഞു നോക്കിയാൽ അവർക്കറിയാം നല്ല ആരോഗ്യമുള്ള കാലം അവർക്ക് ഉണ്ടായിരുന്നു. ആ ആരോഗ്യമുള്ള കാലം എന്തേ ചെയ്തത്? ആരോഗ്യമുള്ള കാലമൊക്കെ വെറുതെ അങ്ങനെ കളഞ്ഞുപോയി എന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ആരോഗ്യമുള്ള ആളുകൾ ശ്രദ്ധിക്കുക. വരും കേട്ടോ, രോഗം വരും. അതിൻ്റെ മുമ്പ് നമ്മളെ കാര്യം നമ്മൾ ശരിയാക്കണമെന്ന്. അതുപോലെ തന്നെയാണ് ഐശ്വര്യവും അങ്ങനെയാണ്. ദിനാക്ക കപില സക്കം, എന്നും കയ്യിൽ പൈസയും സൗകര്യവും പിന്നെ എല്ലാം ഉണ്ടാവും വിചാരിക്കേണ്ടതില്ല. കുറച്ച് കഴിഞ്ഞോ ബാധ്യതകളും മറ്റൊക്കെ കൂടി നമുക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയും വരും. അപ്പം പിന്നെ ഖേദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഫറാഖ കപില ശുഗലി, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പല വ്യാപൃതരാകും. ഇപ്പം പല സംഗതികൾക്ക് ജോലിയൊന്നുമില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള പ്രായമായിരിക്കും പല യുവാക്കളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അങ്ങനെ ഉഷാറായി പോകുന്നുണ്ട്. കല്യാണമൊക്കെ കഴിച്ച് മക്കളൊക്കെ ആയി, പിന്നെ കുടുംബമായി, ബാധ്യതയായി. അപ്പോൾ പിന്നെ നമുക്ക് ഒന്നിനും സമയം ഉണ്ടാവില്ല. അപ്പം ഈ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പുള്ള ഈ യൗവന സമയമുണ്ടല്ലോ, അത് നിങ്ങൾ ശരിക്കും ഉപയോഗപ്പെടുത്തിക്കോളൂ എന്നൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇത്തരം ഒരു ലഹരിയിലേക്ക് നമ്മളാണ്ട് സമയം ആകെ നഷ്ടപ്പെടുത്തി പോകണമെന്ന് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വിവേകത്തോടു കൂടി പക്വതയോടുകൂടിയുള്ള ഒരു ഫുട്ബോൾ ആസ്വാദകരായി മാറാൻ നിങ്ങൾ ശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.